പട്ടയഭൂമി വീട് വയ്ക്കുന്നതിനും കാർഷിക ആവശ്യങ്ങൾക്കും മാത്രമല്ല മറ്റാവശ്യങ്ങൾക്കും വിനിയോഗിക്കാമെന്ന ഭൂപതിവ് ചട്ട ഭേദഗതി നിലവിൽ വരുന്നതോടെ ഒരേ സമയം മലയോര മേഖലകളിൽ നിർണായക ശക്തിയായ ക്രൈസ്തവ സഭകളെയും കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിൽ ഉറപ്പിച്ചു നിർത്തുവാനുള്ള രാഷ്ട്രീയ നീക്കത്തെയും സാധൂകരിക്കുന്ന കാര്യമായി മാറിയിരിക്കുകയാണ് LDFന് 6.5 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് വിരാമമെന്നായിരുന്നു കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ഇതേക്കുറിച്ച് പറഞ്ഞത്. 1960 ഭൂപതിവ് നിയമവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ 1964 ചട്ടവുമായി ബന്ധപ്പെട്ട് പട്ടയം ലഭിച്ച കർഷകർക്ക് അവിടെ വീട് വയ്ക്കുവാൻ നിർമ്മിക്കുവാനും അതോടൊപ്പം കൃഷി ചെയ്യുവാൻ മാത്രമായി പരിമിതപ്പെടുത്തി. അത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ്. 10,000-കണക്കിന് കർഷകർ കേരള സംസ്ഥാനത്ത് വലിയൊരു ബുദ്ധിമുട്ട് പതിറ്റാണ്ടുകളായി ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അതിനൊരു നിയമ ഭേദഗതി വേണമെന്ന് കേരള കോൺഗ്രസും അതുപോലെ തന്നെ നമ്മുടെ മുന്നണിയും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നു. അതുമാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട ചട്ടം ഇന്ന് ക്യാബിനറ്റിൽ അതിൻ്റെ റൂൾസ് അത് അനുവദിക്കുകയും അത് പാസ്സാക്കുകയും ചെയ്തു. അതോടുകൂടി ഒരു മുഹൂർത്തമാണ്, ഒരു ചരിത്ര സംഭവമാണ്. കാരണം പതിറ്റാണ്ടുകളായി കിടന്നിരുന്ന വിഷയമുണ്ടായിരുന്ന അതിനൊരു പരിഹാരം കാണുവാൻ കഴിഞ്ഞു. നേരത്തെ ഇപ്പോൾ നമ്മൾ വീടും അതുമായി ബന്ധപ്പെട്ട നാട്ടുകാർക്ക് വേണ്ടി സ്കൂള്, കോളേജ്, ആശുപത്രി, അതോടൊപ്പം ചില നിർമ്മാണങ്ങൾ വീടുമായി ബന്ധപ്പെട്ടൊക്കെ ചെയ്യുമ്പോഴും അതെല്ലാം നിയമവിരുദ്ധമായി മാറിയിരുന്നു ഈ കോടതി വിധിയുമായി ബന്ധപ്പെട്ട്. ഇന്ന് അത് ഈ റൂൾസ് പ്രകാരം അതെല്ലാം പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. ഞാൻ പ്രത്യേകം ഇടത് സർക്കാരിനെ അനുമോദിക്കുന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെയും ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഞാൻ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ഭൂപതിവ് ചട്ട ഭേദഗതി നിലവിൽ വരുന്നതിനെ ജോസ് കെ മാണി അനുകൂലിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് എമ്മിന്റെ ദീർഘനാളത്തെ ആവശ്യമാണ് മലയോര ജനതയ്ക്ക് പട്ടയഭൂമിയിൽ വീട് നിർമ്മാണത്തിനും കൃഷി ആവശ്യത്തിനും മാത്രമല്ല മറ്റ് നിർമ്മാണങ്ങൾ കൂടി നടത്തുവാനുള്ള അവകാശം വേണമെന്ന് നേരത്തെ നടത്തിയിട്ടുള്ള നിർമ്മാണങ്ങൾ ക്രമവൽക്കരിച്ച് നൽകണമെന്നും അത് ഇപ്പോൾ മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി മലയോര ജനതയെ കയ്യിലെടുക്കുവാനുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയം കൂടിയായി മാറുകയാണ് സർക്കാരിന്റെ ഈ തീരുമാനം. അതേസമയം പട്ടയഭൂമിയിലെ അനധികൃത കെട്ടിട നിർമ്മാണത്തിന് സാധൂകരണം നൽകുന്ന നീക്കമാണ് എന്നുള്ള ആക്ഷേപം ഉയരാനുള്ള സാധ്യതയുമുണ്ട്. പരിസ്ഥിതി സംഘടനകൾ ഈ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. ശ്രീജിത്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്തായാലും ഇക്കാര്യത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, മലയോര ജനതയുടെ പ്രത്യേകിച്ച് ക്രൈസ്തവ സംഘടനകളുടെയൊക്കെ വളരെ വർഷങ്ങളത്തെ ആവശ്യമാണ്. ഏതാണ്ട് 60 വർഷത്തോളം നീണ്ട ഒരു ആവശ്യമാണ്. പല സമയത്തും ഇത് കോടതി വ്യവഹാരങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. മൂന്നാറിലെ ഒഴിപ്പിക്കലൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. ഇതിപ്പോൾ സാധൂകരിച്ച് നൽകുക എന്ന് പറയുമ്പോൾ മലയോര ജനതയ്ക്ക് സ്വതന്ത്ര വിനിയോഗം എന്ന് പറയാനാവില്ല എങ്കിൽ പോലും നിലവിൽ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾക്കുള്ള സാധൂകരണം എന്ന് പറയുന്നത് ഇനി ഉണ്ടാകാവുന്ന കോടതി വ്യവഹാരങ്ങളിൽ നിന്ന് ഒഴിവാക്കി കിട്ടുക കൂടിയാണ്. അതുപോലെ തന്നെ ഇനി അങ്ങോട്ടും വീടിനും അതുപോലെ തന്നെ കൃഷിക്കും മാത്രമല്ല മറ്റ് ആവശ്യങ്ങൾക്കും വാണിജ്യ നിർമ്മിതികൾക്കും ഉപയോഗിക്കാം എന്ന് പറയുമ്പോൾ ഇതിൽ പരം സർക്കാരിനെ അനുമോദിക്കുന്ന ഒരു കാര്യം ഉണ്ടാകാനില്ല എന്ന രീതിയിലല്ലേ അത് വളർന്നു വരുന്നത്. ക്രൈസ്തവ സംഘടനകൾക്കും ഇക്കാര്യത്തിൽ സർക്കാരിനെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കേണ്ടി വന്നിരിക്കുകയാണല്ലോ. ഇത് തന്നെയല്ലേ സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത്? തീർച്ചയായും സർക്കാരിനെ സംബന്ധിച്ച് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്, അത് അവർ നടപ്പാക്കിയെടുക്കുന്നു എന്ന് തന്നെയാണ്. നോക്കൂ, ഇപ്പുറത്ത് ജോസ് കെ മാണി ചൂണ്ടിക്കാണിച്ചതുപോലെ 65 വർഷത്തിലധികമായുള്ള ഒരു പ്രശ്നമാണ്. ഇവിടെ UDF സർക്കാരുകൾ പല തവണ വന്നുപോയി. KM മാണി തന്നെ റവന്യൂ മന്ത്രിയായിരുന്ന കാലമുണ്ടായത്. പക്ഷേ ഈ ഘട്ടത്തിൽ ഒന്നും നടക്കാതിരുന്നത് ഞങ്ങളിതാ ചെയ്തു തരുന്നു എന്നുള്ളതാണ് ഫലത്തിൽ LDF ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ചരിത്ര സംഭവമായി ജോസ് കെ മാണിയെ പോലുള്ളവരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരും വിലയിരുത്തുന്നത്. തീർച്ചയായും രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ ഒരു കാലത്ത് കേരളത്തിൽ ഉയർന്നു വന്നിരുന്ന ഈ പലതരത്തിലുള്ള സമരമുണ്ട്, പരിസ്ഥിതി സമരങ്ങളുണ്ട്. ഇത് VS പോലുള്ളവർ നേരിട്ട് നടത്തിയ ഇടപെടലുകൾ, സമരങ്ങളുണ്ട് ഒക്കെ ഉണ്ട്. അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു കാലയളവിൽ ഉചിതമായൊരു ഈ ഒരു തീരുമാനം നടപ്പാക്കുന്നതിലൂടെ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ എന്തായാലും LDF ശ്രമിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ പറഞ്ഞ പോലെ 1-2 വിഷയങ്ങളിൽ മലയോര ജനത ആകെ വലിയ പ്രതിഷേധങ്ങളിലായിരുന്നു. സഭകൾ നേരിട്ട് സമരരംഗത്തായിരുന്നു. കത്തോലിക്ക കോൺഗ്രസ് ഒക്കെ സംസ്ഥാന വ്യാപകമായി പലതരത്തിലുള്ള സമരങ്ങളും നടത്തിയിരുന്നു. പ്രത്യേകിച്ച് അതിലൊന്ന് മലയോരത്തെ ഈ വന്യമൃഗ ശല്യമായിരുന്നു എങ്കിൽ രണ്ടാമത്തത് ഈ ഒരു
പ്രശ്നമായിരുന്നു, ഇതുപോലുള്ള പ്രശ്നങ്ങളായിരുന്നു, പട്ടയ പ്രശ്നമായിരുന്നു, അത് പരിഹരിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രശ്നത്തിൽ എന്തൊക്കെ എതിർപ്പുകൾ ഉണ്ടായാലും, എന്തൊക്കെ വിമർശനങ്ങൾ നേരിട്ടാലും ആ പ്രശ്നം പരിഹരിക്കുന്നതിലൂടെ വോട്ട് ബാങ്കാക്കി മാറ്റിയെടുക്കുക. ഇപ്പോൾ പല ഇടുക്കി പോലുള്ള ജില്ലകളിൽ പലയിടത്തും കേരള കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി CPM ചിഹ്നത്തിൽ തന്നെ വോട്ട് ചെയ്യണമെന്ന സാഹചര്യം പലയിടത്തും ഇല്ല. അങ്ങനെയുള്ളിടത്ത് കേരള കോൺഗ്രസിന് വോട്ട് ചെയ്താണെങ്കിലും വോട്ട് ഇടതുമുന്നണിയിലേക്ക് തന്നെ എത്തിക്കുക. രണ്ടാമത്തെ വിഷയമാണ് ഒരുപക്ഷെ സഭകളടക്കം ശ്രമിക്കുന്നു കേരള കോൺഗ്രസ് എമ്മിനെ UDF-ലേക്ക് കൊണ്ടുവരാൻ. ഇപ്പുറത്തെ UDF പരസ്യമായി പലതവണ പല നേതാക്കൾ ക്ഷണം നടത്തിക്കഴിഞ്ഞു. അപ്പോഴും അങ്ങനെ ഒരു പ്രതിസന്ധി നിൽക്കുന്ന ഘട്ടത്തിൽ LDF-ഉമായുള്ള ബന്ധം, കേരള കോൺഗ്രസ് എമ്മിന്റെ ബന്ധം അത് അടിയുറപ്പിച്ച് നിർത്തുക എന്ന തന്ത്രവുമുണ്ട്. നോക്കൂ, ഈ പല UDF സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് പോലും ചെയ്യാത്തതാണ് ഞങ്ങൾ ചെയ്തത് എന്ന് കേരള കോൺഗ്രസ് എമ്മിനും പറയാൻ കഴിയും. അത് ഇടതുമുന്നണിയിലായിട്ടും ചെയ്യാൻ കഴിഞ്ഞു. ശരി, ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ കേരള കോൺഗ്രസ് എം നേതാവ് ശ്രീ സ്റ്റീഫൻ ജോർജ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. സ്റ്റീഫൻ ജോർജ്, ഭൂപതിവ് ചട്ട ഭേദഗതി 1964 ചട്ടമാണല്ലോ. 1960 ഭൂപതിവ് ചട്ടം വരുന്നു, 64 ഭേദഗതി, അതിന്മേലുള്ള ഈ ഭേദഗതി നിയമം ഇത് വഴി പൂർണ്ണമായിട്ടും മലയോര ജനതയ്ക്ക് പട്ടയഭൂമിയിൽ, പതിച്ചു കിട്ടിയ ഭൂമിയിൽ സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ ചെയ്യുവാനുള്ള അനുവാദം കിട്ടി എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാട്? ജോസ് കെ മാണി പറഞ്ഞു ഇത് ചരിത്രപരമായ ഒരു നിമിഷമാണെന്ന്. 100% ജോസ് കെ മാണി പറഞ്ഞത് ശരിയാണ്. ഇത് ചരിത്രപരമായ നിമിഷം തന്നെയാണ്. വർഷങ്ങളായി മലയോര മേഖലയിലെ സാധാരണക്കാരായ കൃഷിക്കാർ, ചെറുകിട കൃഷിക്കാർ, അവിടെയുള്ള വീട് വെക്കുന്ന ആളുകൾ, 10 സെന്റും 15 സെന്റുമുള്ള പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ, അവരുടെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു അവർക്ക് ഭൂമി പണയപ്പെടുത്താൻ കഴിയില്ല, അവിടെ വേണ്ട പോലെ അവർക്ക് ബിൽഡിംഗ് നിർമ്മിക്കാൻ കഴിയില്ല. അങ്ങനെ ചട്ട ഭേദഗതിയുടെ അപാകത കൊണ്ട് വലിയൊരു പ്രശ്നം ആ മേഖല മുഴുവൻ നേരിട്ടിരുന്നു. ഈ കാര്യം ഗൗരവകരമായി ആദ്യം മുന്നോട്ട് വെച്ചത് കേരള കോൺഗ്രസ് എമ്മാണ്. ശ്രീ ജോസ് കെ മാണി മുഖ്യമന്ത്രിയെ കണ്ട് ഈ കാര്യങ്ങൾ ഗൗരവമായി പറഞ്ഞു. ഇടുക്കി റോഷി അഗസ്റ്റിൻ അവിടെ മന്ത്രിയാണ്. അപ്പോൾ ആ മേഖലയിലെല്ലാം ഉള്ള മലയോര മേഖല, ഇടുക്കി മാത്രമല്ല മറ്റു മലയോര മേഖലകളിലും എല്ലാം ഈ പ്രശ്നം നിലനിൽക്കുന്നു എന്നുള്ളത് വലിയ പ്രോബ്ലമായിരുന്നു. ഇടുക്കിയിൽ അത് വലിയ പ്രശ്നമായിരുന്നു. തീർച്ചയായിട്ടും അത് പരിഹരിക്കപ്പെട്ടുള്ളതാണല്ലോ. അപ്പൊ കേരള കോൺഗ്രസ് ശബ്ദം ഉയർത്തി, അത് LDF ഒരുപോലെ ഒറ്റക്കെട്ടായിട്ട് നിന്നു. എനിക്ക് തോന്നുന്നത് അന്ന് ഇടുക്കിയിലെ LDF-ന്റെ നേതൃത്വം ഒന്നടങ്കം അക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ വന്ന് കാണുകയും, അതുപോലെ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് നിവേദക സംഘം കാണുകയും, ഈ കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രിയെ കണ്ട് ബഹുമാനപ്പെട്ട ജോസ് കെ മാണി ഇക്കാര്യങ്ങൾ എഴുതി കൊടുക്കുകയും എല്ലാം ചെയ്യും. ഇത് വലിയ നീക്കം. ഇത് ഒരുപാട് സാധാരണക്കാരെയും പാവപ്പെട്ട ആളുകളെയും ചെറുകിട കൃഷിക്കാരെയും സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് ചില രീതിയിലുള്ള വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് നിലവിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾ, ഈ നിലവിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾ എന്ന് പറയുമ്പോഴും അത് നികുതിയൊക്കെ അടച്ചും നിർമ്മാണ അനുമതി നേടിയും ഒക്കെ തന്നെ നിർമ്മിച്ച കെട്ടിടങ്ങളാണല്ലോ. പക്ഷേ ഭൂപതിവ് ചട്ടപ്രകാരം അത് ചട്ടലംഘനമാണ്. അപ്പോൾ അവ ക്രമവൽക്കരിച്ച് നൽകും എന്ന് പറയുമ്പോൾ നിലവിൽ നികുതി അടച്ച സ്ഥലത്ത് ഈ ക്രമവൽക്കരിച്ച് നൽകുന്നതിന് വേണ്ടി വീണ്ടും ഫീസ് ഈടാക്കുവാനുള്ള ശ്രമം നടക്കും എന്നുള്ള ഒരു ആക്ഷേപം വരുന്നുണ്ട്. അതിലെന്താണ് കാര്യമുള്ളത്? അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ അതിനകത്ത്? ഉദ്യോഗസ്ഥർ ആ ആക്ഷേപത്തിനൊന്നും അടിസ്ഥാനമില്ല. അങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഫീസും ഈടാക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ല. ആളുകളെ സംബന്ധിച്ച് ക്രമവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അർത്ഥമല്ലേ. നേരത്തെ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ അപാകതകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണല്ലോ അതിന്റെ അർത്ഥം. അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ജനങ്ങൾക്കുണ്ടാകുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടായില്ല. അത് വെറും ഒരു വിമർശനം. ഇത്രയും വലിയ ജനകീയ പിന്തുണയുള്ള ഒരു വലിയ കാര്യം ഗവൺമെന്റ് ചെയ്തപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്യണ്ടേ